വെൽക്കം ടു PSC വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 2024 ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം: ഇറാൻ സന്ദർശനത്തിനിടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ആരാണ്? ഉത്തരം ഇസ്മായിൽ ഹനിയ. ആരാണ്? ഇസ്മായിൽ ഹനിയയാണ് ഇറാൻ സന്ദർശനത്തിനിടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി. അടുത്ത ചോദ്യം: 1934 ഇന്ത്യൻ എയർക്രാഫ്റ്റ് നിയമത്തിന് പകരമായി പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട പുതിയ ബിൽ ഏതാണ്? 1934 ഇന്ത്യൻ എയർക്രാഫ്റ്റ് നിയമത്തിന് പകരമായി പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട പുതിയ ബില്ലാണ് ഭാരതീയ വായുയാൻ വിധേയക്. എന്താണ്? ഭാരതീയ വായുയാൻ വിധായക് എന്നാണ് ബില്ലിന്റെ പേര്. അടുത്ത ചോദ്യം: യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആണ് പ്രീതി സുധൻ. അടുത്ത ചോദ്യം: 2023 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ നോവലിസ്റ്റ് ആരാണ്? ഉത്തരം ഹരിത സാവിത്രി. നോവല് സിൻ എന്നാണ്. ഹരിത സാവിത്രിയാണ് നോവലിസ്റ്റ്. ചോദ്യം എന്താണ്? 2023 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ നോവലിസ്റ്റ് ആണ് ഹരിത സാവിത്രി. നോവല് സിൻ എന്നാണ്. അടുത്ത ചോദ്യം: 2023 മികച്ച കവിതയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കവി ആരാണ്? ഉത്തരം കൽപ്പറ്റ നാരായണൻ. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന കവിതയ്ക്കാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. 2023 മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കവിയാണ് കൽപ്പറ്റ നാരായണൻ. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന കവിതയ്ക്കാണ് 2023 മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചത്. അടുത്തത്: ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയായ ഹെൻലി ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യമാണ് സിംഗപ്പൂർ. 1-ാം സ്ഥാനം നേടിയ രാജ്യം സിംഗപ്പൂർ. അതായത് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂരിന്റെയാണ്. പുതിയ ഹെൻലി ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 82. ഇപ്പൊ 2024 പുതിയ ഹെൻലി ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 82. 1-ാം സ്ഥാനം സിംഗപ്പൂർ. അടുത്ത ചോദ്യം: സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന ലോകത്തെ 4-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന ലോകത്തിലെ 4-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അടുത്തത്: US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുന്ന ഇന്ത്യൻ വംശജയാണ് കമല ഹാരിസ്. ഇവരുടെ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം: നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ജോ ബിഡനാണ്. നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബിഡൻ നവംബറിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറി. അടുത്ത ചോദ്യം: സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന 6 പുറം ഗ്രഹങ്ങളെ, അതായത് എക്സോ പ്ലാനറ്റ് കണ്ടെത്തിയ നാസയുടെ ദൗത്യമാണ് ടെസ്. എന്താണ് ടെസ്? ചോദ്യം: സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന 6 പുറം ഗ്രഹങ്ങളെ കണ്ടെത്തിയ നാസയുടെ ദൗത്യമാണ് ടെസ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്രൗഡ്സ്ട്രക്ക് ഫാൽക്കൺ എന്ന ആന്റിവൈറസ് സോഫ്റ്റ്വെയർ അഥവാ EDR മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപയോക്താക്കൾക്ക് നൽകിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ തുടർന്ന് ലോകമാകെ ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകൾ നിശ്ചലമായ ദിവസമാണ് 2024 ജൂലൈ 19. 2024 ജൂലൈ 19. എന്താണ്? ക്രൗഡ്സ്ട്രൈക്ക് ഫാൽക്കൺ എന്ന ആന്റിവൈറസ് സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപയോക്താക്കൾക്ക് നൽകിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ തുടർന്ന് ലോകമാകെ ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകൾ നിശ്ചലമായ ദിവസമാണ് 2024 ജൂലൈ 19. അതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ടാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചത്. അടുത്തത്: ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് 704 വിക്കറ്റ് അല്ലെ. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ പേസ് ബോളറാണ് ജെയിംസ് ആൻഡേഴ്സൺ. ഇംഗ്ലണ്ടിന്റെ ജെയിംസ് ആൻഡേഴ്സൺ ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ പേസ് ബൗളർ ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ആൻഡേഴ്സൺ ആണ്. ഇനി ബൗളർ ചോദിച്ചു കഴിഞ്ഞാലോ അത് ശ്രീലങ്കയുടെ മുത്തയ്യ മുരളീധരനാണ്. അടുത്ത ചോദ്യം: ഇനി ബൗളർ എന്ന് മാത്രം ചോദിക്കുവാണെങ്കിൽ ശ്രീലങ്കയുടെ മുത്തയ്യ മുരളീധരനും, പേസ് ബോളർ എന്ന് എടുത്ത് ചോദിക്കുവാണെങ്കിലോ ഇംഗ്ലണ്ടിന്റെ ജെയിംസ് ആൻഡേഴ്സണുമാണ്. അടുത്ത ചോദ്യം: 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യമാണ് സിംഗപ്പൂർ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യമാണ് സിംഗപ്പൂർ. അടുത്ത ചോദ്യം: സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് അല്ലെ, എക്സ് മുൻപത്തെ ട്വിറ്റർ ആയിരുന്നത് അല്ലെ, മുൻപത്തെ ട്വിറ്ററിന്റെ ഇപ്പോഴത്തെ പേര് എക്സ് എന്നാണ്. സോഷ്യൽ മീഡിയ
പ്ലാറ്റ്ഫോമായ എക്സില് ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന ലോക നേതാവാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന ലോക നേതാവാണ് നരേന്ദ്രമോദി. അടുത്ത ചോദ്യം, ഇന്ത്യ ഈ സാമ്പത്തിക വർഷം 7% വളരുമെന്ന് പ്രവചിച്ച ആഗോള സാമ്പത്തിക ഏജൻസിയാണ് IMF അഥവാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. 7% വളർച്ച നേടുമെന്ന് പ്രവചിച്ച ആഗോള സാമ്പത്തിക ഏജൻസിയാണ് IMF. അടുത്തത്, പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന കായിക താരങ്ങളുടെ എണ്ണമാണ് 117. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന കായിക താരങ്ങളുടെ എണ്ണം 117. അടുത്തത്, ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനാണ് സൂര്യകുമാർ യാദവ്. ആരാണ്? സൂര്യകുമാർ യാദവ് ആണ് ഇന്ത്യയുടെ 2020 ക്രിക്കറ്റിന്റെ പുതിയ ക്യാപ്റ്റൻ. ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിന്റെ പുതിയ വൈസ് ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലുമാണ്. അടുത്തിടെ ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ഇന്ത്യൻ താരങ്ങളാണ് വിജയ് അമൃതരാജ് അതുപോലെ തന്നെ ലിയാൻഡർ പേസും ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടി. അടുത്തത്, മയക്കുമരുന്ന് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാനസ് പദ്ധതി. എന്താണ് മാനസ് പദ്ധതി? മയക്കുമരുന്ന് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം അവതരിപ്പിച്ച ടോൾ ഫ്രീ നമ്പറാണ് 1933 1933. മയക്കുമരുന്ന് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാനസ് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ടോൾ ഫ്രീ നമ്പറാണ് 1933. അടുത്തത്, 2024 മികച്ച ഹോർട്ടിക്കൾച്ചർ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാഗാലാൻഡ് ആണ്. മികച്ച ഹോർട്ടിക്കൾച്ചർ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാഗാലാൻഡ് ആണ്. അടുത്തത്, മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണറായി സ്ഥാനമേറ്റ മുൻ കേന്ദ്രമന്ത്രിയാണ് CP രാധാകൃഷ്ണനാണ് മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണർ. അടുത്തത്, ജന്തുജാലങ്ങളുടെ പട്ടികയിൽ 2023 ഏറ്റവും കൂടുതൽ ഇനങ്ങളെ ചേർത്ത സംസ്ഥാനമാണ് കേരളം. ജന്തുജാലങ്ങളുടെ പട്ടികയിൽ 2023 ഏറ്റവും കൂടുതൽ ഇനങ്ങളെ ചേർത്ത സംസ്ഥാനമാണ് കേരളം. അടുത്തത്, തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഏതാണ്? സാൻ ഫെർണാണ്ടോ ആണ് നമ്മുടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ്. അടുത്തത്, ആധുനിക ഒളിമ്പിക്സിന്റെ എത്രാമത്തെ പതിപ്പിനാണ് പാരീസ് 2024 വേദിയായത്? 33ാം പതിപ്പ്. 2024 പാരീസ് ഒളിമ്പിക്സ് ആധുനിക ഒളിമ്പിക്സിന്റെ 33ാം പതിപ്പായിരുന്നു. അടുത്തത്, പാരീസ് വേദിയൊരുക്കുന്ന പാരീസ് 3ാം തവണയാണ് ഒളിമ്പിക്സിന് വേദിയാകുന്നത്. പാരീസ് വേദിയൊരുക്കുന്ന 3ാം ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനത്തിന് ഒളിമ്പിക് ദീപം തെളിയിച്ച ഫ്രഞ്ച് താരങ്ങൾ ആരൊക്കെയായിരുന്നു? മേരി ഹോസെ പെരസും അതുപോലെ ടെറ്റ്സി റൈനറുമായിരുന്നു. മേരി ഹോസെ പെരസും അതുപോലെ ടെറ്റ്സി റൈനറുമാണ്. ഡെഡി റൈനറുമാണ് അല്ലെ. മേരി ഹോസെ പെരസും ഡെഡി റൈനറുമാണ് പാരീസ് വേദി ഒരുക്കുന്ന 3ാം ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനത്തിന് ഒളിമ്പിക് ദീപം തെളിയിച്ച ഫ്രഞ്ച് താരങ്ങൾ. അടുത്തത്, പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ അതായത് 100 മീറ്റർ ഓട്ടം പുരുഷ താരമാരായിരുന്നു? നോഹ ലൈൽസ് ആണ് അല്ലെ. അമേരിക്കയുടെ നോഹ ലൈൽസ് ആണ് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ പുരുഷ താരം. അതുപോലെ പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ 100 മീറ്റർ ഓട്ടം വനിതാ താരമാണ് ജൂലിയൻ ആൽഫ്രഡ്. ആരാണ്? ജൂലിയൻ ആൽഫ്രഡ്. പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ താരം ആരാണ്? നോഹ ലൈൽസും അതുപോലെ തന്നെ പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ വനിതാ താരം ആരാണ്? ജൂലിയൻ ആൽഫ്രഡുമാണ്. അടുത്തത്, തുടർച്ചയായ 3 ഒളിമ്പിക്സുകളിൽ സ്വർണം നേടുന്ന ആദ്യ ഷോട്ട് പുട്ട് താരമാണ് റയാൻ ക്രൗസർ. അമേരിക്കക്കാരനായിട്ടുള്ള റയാൻ ക്രൗസർ ആണ് തുടർച്ചയായ 3 ഒളിമ്പിക്സുകളിൽ സ്വർണം നേടുന്ന ആദ്യ ഷോട്ട് പുട്ട് താരം. റയാൻ ക്രൗസറിന്റെ മേഖല ഷോട്ട് പുട്ടാണ്. അതുപോലെ സ്വദേശം US ആണ്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഒന്നുകൂടെ, ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരം മനു ഭാക്കർ. നമ്മുടെ മനു ഭാക്കർ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താ പ്രത്യേകത? ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം മനു ഭാക്കർ. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ താരവും മനു ഭാക്കർ തന്നെയാണ്. സ്വതന്ത്ര ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ താരം മനു ഭാക്കർ. അതുപോലെ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതും മനു ഭാക്കറാണ്. മനു ഭാക്കറിന്റെ മേഖല ഷൂട്ടിംഗ് ആണ്. അടുത്തത്,
10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിൽ മനു ഭാക്കറിനൊപ്പം വെങ്കല മെഡൽ നേട്ടം കുറിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് സരബ്ജോത് സിംഗ്. എന്താണ്? സരബ്ജോത് സിംഗ്. എന്താ ചോദ്യം? 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിൽ മനു ഭാക്കറിനൊപ്പം വെങ്കല മെഡൽ നേട്ടം കുറിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് സരബ്ജോത് സിംഗ്. സരബ്ജോത് സിംഗ് എന്താണ്? ഷൂട്ടിംഗ് ആണ്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസിലെ വെങ്കല മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് സ്വപ്നിൽ കുസാലെ. ആരാണ്? സ്വപ്നിൽ കുസാലെ. എന്താ ചോദ്യം? പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസിൽ വെങ്കല മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം സ്വപ്നിൽ കുസാലെ. സ്വപ്നിൽ കുസാലയുടെ മേഖലയും ഷൂട്ടിംഗ് ആണ്. എന്ത് മെഡലാ കിട്ടിയത്? വെങ്കല മെഡല്. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി IOC അംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതയാണ് നിത അംബാനി. നിത അംബാനി രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി അംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതയാണ് നിത അംബാനി. അടുത്ത ചോദ്യം, രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ മുൻ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് അഭിനവ് ബിന്ദ്ര. എന്താ ചോദ്യം? രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് അഭിനവ് ബിന്ദ്ര. അടുത്ത ചോദ്യം, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യ ചരിത്ര സ്മാരകമാണ് ചറേഡിയോ മൈതാം എന്ന് പറയുന്നത്, അല്ലെ? ചെറേഡിയോ മൈതാം എന്നൊക്കെ പറയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസാമിലാണുള്ളത്. ഇത് നമ്മുടെ ഈജിപ്തിലെ ഈ പിരമിഡുമായി ബന്ധപ്പെട്ട് ആസാമിലെ ഈ അഹോം രാജവംശവുമായി ബന്ധപ്പെട്ട ആളുകളുടെ അവിടുത്തെ രാജാക്കന്മാരുടെ ഒരു ചരിത്ര സ്മാരകം, അവരുടെ ഒരു സ്മാരകങ്ങളെയാണ് ഈ ചറേഡിയോ മൈതാം എന്നറിയപ്പെടുന്നത്. ഇത് ആസാമിലാണ് കാണപ്പെടുന്നത്. എന്താ ചോദ്യം? വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യ ചരിത്ര സ്മാരകമാണ് ചറേഡിയോ മൈതാം എന്ന് പറയുന്നത്. ആസാമിലാണ് ഉള്ളത്. അടുത്തത്, ഇന്ത്യയിൽ ഈ വർഷം ജനപ്രീതി നേടിയ 10 സിനിമകളുടെ ഇന്റർനെറ്റ് മൂവി ഡേറ്റാബേസ് പട്ടികയിൽ ഒന്നാമത് എത്തിയ ചിത്രമാണ് കൽക്കി 2898 AD എന്നുള്ളത്. കൽക്കി 2898 AD എന്ന സിനിമയാണെന്ത് ഇന്ത്യയിൽ ഈ വർഷം ജനപ്രീതി നേടിയ 10 സിനിമകളുടെ ഇന്റർനെറ്റ് മൂവി ഡേറ്റാബേസ് പട്ടികയിൽ ഒന്നാമതെത്തിയ ചിത്രം. അടുത്തത്, പാരീസ് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് റിലേ 4x400 വിഭാഗം വനിതാ റിലേയിൽ സ്വർണം നേടിയത് അമേരിക്കയാണ്. പാരീസ് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് റിലേയില് 4x100 വനിതാ വിഭാഗം റിലേയിൽ സ്വർണം നേടിയത് അമേരിക്കയാണ്. അടുത്തത്, 2024 പാരീസ് ഒളിമ്പിക്സ് പുരുഷ ഫുട്ബോൾ ജേതാക്കളാണ് സ്പെയിൻ. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും. 2024 പാരീസ് ഒളിമ്പിക്സ് പുരുഷ ഫുട്ബോൾ ജേതാക്കള് സ്പെയിനാണ്. സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതയാണ് ഹർഷിത അത്തല്ലൂരി IPS. ആണ് സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിത. അടുത്തത്, 2024 കായകൽപ്പ പുരസ്കാരം ജില്ലാതല ആശുപത്രികളിൽ 1-ാം സ്ഥാനം നേടിയത് പൊന്നാനി വനിതാ ശിശു ആശുപത്രിയാണ്. പൊന്നാനി വനിതാ ശിശു ആശുപത്രി. എന്താ പ്രത്യേകത? 2024 കായകൽപ്പ പുരസ്കാരം ജില്ലാതല ആശുപത്രികളിൽ 1-ാം സ്ഥാനം നേടി പൊന്നാനി വനിതാ ശിശു ആശുപത്രി. വയനാട് ദുരന്തബാധിത മേഖലയിൽ യുവാക്കൾക്ക് സൗജന്യമായി നൈപുണ്യ പരിശീലനം നൽകാൻ രാജ്യാന്തര സ്കിൽ സെന്റർ സ്ഥാപിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് എന്ത് വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിലെ യുവാക്കൾക്ക് സൗജന്യമായിട്ട് നൈപുണ്യ പരിശീലനം നൽകാൻ രാജ്യാന്തര സ്കിൽ സെന്റർ സ്ഥാപിക്കുന്നത്. ഏത് യൂണിവേഴ്സിറ്റി? ജെയിൻ യൂണിവേഴ്സിറ്റി. അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കുവാൻ ശേഷിയുള്ള സ്ക്രാംജെറ്റ് റോക്കറ്റ് എഞ്ചിൻ പരീക്ഷണത്തിന് ISRO ഉപയോഗിച്ച റോക്കറ്റാണ് രോഹിണി 560. രോഹിണി 560 റോക്കറ്റ് ഉപയോഗിച്ചാണ് അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കുവാൻ ശേഷിയുള്ള സ്ക്രാംജെറ്റ് റോക്കറ്റ് എഞ്ചിൻ പരീക്ഷണത്തിന് ISRO ഉപയോഗിച്ചത്. റോക്കറ്റിന്റെ പേരെന്താണ്? രോഹിണി 560. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ ദിനം അതുപോലെ നാഗസാക്കി ദിനം എന്ന ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനവും നാഗസാക്കി ദിനവും ഓഗസ്റ്റ് 9-നാണ്. അടുത്തത്, ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായതാണ് PR ശ്രീജേഷ്. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകൻ ആരാണ്? PR ശ്രീജേഷ് ആണ്. അടുത്തത്, പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് അമൻ ഷെറാവത്ത്. ഇദ്ദേഹം ഹരിയാന സ്വദേശിയായിട്ടുള്ള അമൻ ഷെറാവത്താണ്
പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം. അടുത്തത് പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ ടീമിനെ ദേശീയ പതാകയേന്തി നയിക്കുന്നത് PR ശ്രീജേഷും ഒപ്പം മനു ഭാക്കറുമാണ്. ചോദ്യം ഒന്നുകൂടെ, പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ ടീമിനെ ദേശീയ പതാകയേന്തി നയിക്കുന്നത് ആരൊക്കെയാണ്? PR ശ്രീജേഷ് ഒപ്പം മനു ഭാക്കറുമാണ്. അടുത്തത് പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ യൂറോപ്യൻ രാജ്യമായ ലിക്സ്റ്റൻസ്റ്റൈന്റെ പതാക പിടിക്കുന്ന മലയാളി വനിത ആരാണ്? ഗായത്രി നാരായണനാണ്. ഇവര് ഒളിമ്പിക്സ് വോളണ്ടിയർ ആണ്. എന്താ ചോദ്യം? പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ യൂറോപ്യൻ രാജ്യമായ ലിക്റ്റൻസ്റ്റൈന്റെ പതാക പിടിക്കുന്ന മലയാളി വനിതയാണ് ഗായത്രി നാരായണൻ. ഇവര് ഒളിമ്പിക്സ് വോളണ്ടിയർ ആണ്. അടുത്തത് പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുവാനുള്ള നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ഇറാഖ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സാക്കി കുറയ്ക്കുവാനുള്ള നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ഇറാഖ്. അടുത്ത ചോദ്യം, ജില്ലകളുടെ ഒരു തനത് ഉൽപ്പന്നത്തെ വൈവിധ്യങ്ങളോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പ്രധാനമന്ത്രി ഏകതാ മാൾ. എന്താണ് പ്രധാനമന്ത്രി ഏകതാ മാൾ? കേരളത്തിൽ എവിടെയാണ് ആരംഭിക്കുന്നത്? കേരളത്തിൽ തിരുവനന്തപുരത്താണ് ആരംഭിക്കാൻ പോകുന്നത്. എന്താണ് ചോദ്യം? ജില്ലകളുടെ ഒരു തനത് ഉൽപ്പന്നത്തെ വൈവിധ്യങ്ങളോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പ്രധാനമന്ത്രി ഏകതാ മാൾ കേരളത്തില് തിരുവനന്തപുരം ജില്ലയിലാണ് ആരംഭിക്കുന്നത്. അടുത്തത് കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായരാണ്. എന്താ ചോദ്യം? കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായരാണ്. അടുത്തത് കോടതി നടപടികളുടെ ലൈവ് സ്ട്രീമിംഗിന് വേണ്ടി സ്വന്തമായി പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത് കേരള ഹൈക്കോടതിയാണ്. എന്താ കേരള ഹൈക്കോടതിയുടെ ചോദ്യം? കോടതി നടപടികളുടെ ലൈവ് സ്ട്രീമിംഗ് അതിനുവേണ്ടി സ്വന്തമായി പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത് കേരള ഹൈക്കോടതിയാണ്. അടുത്തത് അർബൻ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരങ്ങൾ. അർബൻ ദുരന്ത നിവാരണ അതോറിറ്റി അത് കേരളത്തിലെ 6 കോർപ്പറേഷനിലും വരുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ 6 കോർപ്പറേഷനിലാണ് അർബൻ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരങ്ങൾ. അടുത്തത് 2024 ജൂലൈ 31 അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായിരുന്ന വ്യക്തിയാണ് അൻഷുകുമാർ ഗേക്വാദ്. അദ്ദേഹം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും ഇന്ത്യയുടെ മുൻ പരിശീലകനുമായിരുന്നു. ആര്? അൻഷുകുമാർ ഗേക്വാദ് 2024 ജൂലൈ 31 അന്തരിച്ചു. അടുത്തത് ഒളിമ്പിക്സ് വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന ആദ്യ ഒളിമ്പിക്സ് ആണ് നമ്മളിപ്പോൾ നടന്ന പാരീസ് ഒളിമ്പിക്സ് 2024. അപ്പോൾ ഒളിമ്പിക്സ് വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന ആദ്യ ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ് 2024. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ ടേബിൾ ടെന്നീസിൽ പ്രീ ക്വാർട്ടറിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മണിക ബത്ര. മണിക ബത്ര എന്താണ്? അവര് ടേബിൾ ടെന്നീസ് കളിക്കാരിയാണ്. മണിക ബത്ര ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താ ചോദ്യം? ഒളിമ്പിക്സിൽ ടേബിൾ ടെന്നീസിൽ പ്രീ ക്വാർട്ടറിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മണിക ബത്ര. അടുത്തത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള ജീവൻരക്ഷാ മരുന്നാണ് മിൽറ്റിഫോസിൻ. എന്താണ് മിൽറ്റിഫോസിൻ? അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള ജീവൻരക്ഷാ മരുന്നാണ് മിൽറ്റിഫോസിൻ. അടുത്തത് ഇന്ത്യയുടെ ഗഗൻയാൻ യാത്രികരിൽ നിന്നും ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ശുഭാംശു ശുക്ല. അദ്ദേഹം ഇന്ത്യയുടെ ഗഗൻയാൻ യാത്രികരിൽ നിന്നും ആ 4 പേരിൽ ഒരാളാണ് ശുഭാംശു ശുക്ല. ഇന്ത്യയുടെ ഗഗൻയാൻ യാത്രികരിൽ നിന്നും ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ശുഭാംശു ശുക്ല. അടുത്തത് 2024 SK പൊറ്റക്കാട് കവിതാ പുരസ്കാരം നേടിയത് ജിഷ പി നായരാണ്. 2024 SK പൊറ്റക്കാട് കവിതാ പുരസ്കാരം നേടിയത് ജിഷ പി നായരാണ്. ജിഷ പി നായർ 2024 SK പൊറ്റക്കാട് കവിതാ പുരസ്കാരം. അടുത്തത് ഒളിമ്പിക്സ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി സെമി ഫൈനലിൽ എത്തിയ ടീമാണ് മൊറോക്കോ. ഒളിമ്പിക്സ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി സെമി ഫൈനലിൽ എത്തിയ ടീമാണ് മൊറോക്കോ. ഇവര് വേൾഡ് കപ്പ് ഫുട്ബോളിലും ഇവര് ഫിഫ വേൾഡ് കപ്പ് സെമി ഫൈനലിൽ എത്തിയിരുന്നു അല്ലെ മൊറോക്കോ. ഒളിമ്പിക്സ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി സെമി ഫൈനലിൽ എത്തിയ ടീമാണ് മൊറോക്കോ. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ച നിശാന്ത് ദേവ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിശാന്ത് ദേവ് ബോക്സിംഗ്. എന്താണ്? ബോക്സിംഗ്. നിശാന്ത് ദേവ് ബോക്സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒളിമ്പിക്സ് പുരുഷ ബാഡ്മിന്റൺ മത്സരത്തിൽ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ലക്ഷ്യ സെൻ. എന്താണ്? ബാഡ്മിന്റൺ താരമാണ്. എന്താ ചോദ്യം? ഒളിമ്പിക്
പുരുഷ ബാഡ്മിന്റൺ മത്സരത്തിൽ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ലക്ഷ്യ സെൻ. ലക്ഷ്യ സെന് പുരുഷ ബാഡ്മിന്റൺ താരമാണ്. അടുത്ത ചോദ്യം, വയനാട്ടിലെ ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ച ബെയ്ലി പാലത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച വ്യക്തി ആരാണ്? VT മാത്യു ആണ്. VT മാത്യു. വയനാട്ടിലെ ബെയ്ലി പാല നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? VT മാത്യു. അടുത്തത്, 2024 പാരീസ് ഒളിമ്പിക്സിൽ 4x400 മിക്സഡ് റിലേയിൽ ലോക റെക്കോർഡ് നേടിയത് US ആണ്, അമേരിക്കയാണ് അല്ലെ. 2024 പാരീസ് ഒളിമ്പിക്സിൽ 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ ലോക റെക്കോർഡ് നേടിയ രാജ്യമാണ് അമേരിക്ക. അടുത്ത ചോദ്യം, ദേശീയ ഹൃദയം മാറ്റിവെക്കൽ ദിനം ഓഗസ്റ്റ് 3. ഓഗസ്റ്റ് 3 ദേശീയ ഹൃദയം മാറ്റിവെക്കൽ ദിനം. അടുത്തത്, 2024 ഓഗസ്റ്റിൽ ഇൻസ്റ്റഗ്രാമിന് വിലക്കേർപ്പെടുത്തിയ രാജ്യമാണ് തുർക്കി. തുർക്കിയിൽ 2024 ഓഗസ്റ്റിൽ ഇൻസ്റ്റഗ്രാമിന് വിലക്കേർപ്പെടുത്തി. ഉറപ്പായി പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. അടുത്തിടെ അല്ലെങ്കിൽ ഓഗസ്റ്റില് ഇൻസ്റ്റഗ്രാമിന് വിലക്കേർപ്പെടുത്തിയ രാജ്യമാണ് തുർക്കി. അടുത്തത്, 2024 ഓഗസ്റ്റ് 3 അന്തരിച്ച പ്രശസ്ത നർത്തകിയാണ് യാമിനി കൃഷ്ണമൂർത്തി. യാമിനി കൃഷ്ണമൂർത്തി നർത്തകിയാണ്. 2024 ഓഗസ്റ്റ് 3 അന്തരിച്ചു. അടുത്തത്, 2024 ഓഗസ്റ്റിൽ അന്തരിച്ച തുളസീദാസ രാമായണത്തിന്റെ മലയാള പരിഭാഷ തയ്യാറാക്കിയ വ്യക്തിയാണ് CG രാജഗോപാൽ. CG രാജഗോപാൽ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച തുളസീദാസ രാമായണത്തിന്റെ മലയാള പരിഭാഷ തയ്യാറാക്കിയ വ്യക്തിയാണ് CG രാജഗോപാൽ. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ വനിതകളിലെ വേഗമേറിയ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജൂലിയൻ ആൽഫ്രഡ് ആണ്. നമ്മൾ മേളിൽ പറഞ്ഞല്ലേ, ജൂലിയൻ ആൽഫ്രഡ്. അടുത്ത ചോദ്യം, GSTക്ക് മുൻപുള്ള നികുതി കുടിശ്ശികകൾ തീർക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ആംനസ്റ്റി പദ്ധതി അഥവാ മാപ്പാക്കൽ എന്ന് പറയും. 2024 ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ആംനസ്റ്റി പദ്ധതി അല്ലെങ്കിൽ മാപ്പാക്കൽ എന്താണ്? GSTക്ക് മുൻപുള്ള നികുതി കുടിശ്ശികകൾ തീർക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ആംനസ്റ്റി പദ്ധതി. അടുത്തത്, 2024 ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് പ്രൊഫസർ M തോമസ് മാത്യു ആണ്. 2024 ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് പ്രൊഫസർ M തോമസ് മാത്യു. 2024 ബാലാമണിയമ്മ പുരസ്കാരം. അടുത്തത്, തുടർച്ചയായി 3 ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഷോട്ട് പുട്ട് താരമാണ് റയാൻ ക്രൗസർ. US അമേരിക്കയുടെ റയാൻ ക്രൗസർ ആണ് തുടർച്ചയായി 3 ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഷോട്ട് പുട്ട് താരം. നമ്മൾ മേളിൽ പറഞ്ഞു, റയാൻ ക്രൗസർ ഷോട്ട് പുട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് എന്താണ്? ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കിയ സാംസ്കാരിക സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി. ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കിയ സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി. അടുത്തത്, മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് തളിപ്പറമ്പിലാണ്. എന്താണ് ചോദ്യം? മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് തളിപ്പറമ്പിലാണ്. അടുത്തത്, 2024 PG ഗോവിന്ദപിള്ള സാഹിത്യ പുരസ്കാരം നേടിയത് MK സാനു ആണ്. MK സാനു. 2024 PG ഗോവിന്ദപിള്ള സാഹിത്യ പുരസ്കാരം നേടിയത് MK സാനു ആണ്. അടുത്തത്, പാരീസ് ഒളിമ്പിക്സ് ടെന്നീസ് വനിതാ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പാരീസ് ഒളിമ്പിക്സ് ടെന്നീസ് വനിതാ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഷെങ് ക്വിൻവെയിൻ ആണ്. ചൈനയുടെ ഷെങ് ക്വിൻവെയിൻ ആണ്. എന്താ ചോദ്യം? പാരീസ് ഒളിമ്പിക്സ് ടെന്നീസ് വനിതാ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഷെങ് ക്വിൻവെയിൻ, ചൈന. അടുത്തത്, ISRO തയ്യാറാക്കിയ മണ്ണിടിച്ചിൽ ഭൂപടത്തിൽ 1-ാം സ്ഥാനം ഏത് പ്രദേശത്തിനാണ്? രുദ്രപ്രയാഗ്. ഉത്തരാഞ്ചലിലെ രുദ്രപ്രയാഗിലാണെന്ത്? ISRO തയ്യാറാക്കിയ മണ്ണിടിച്ചിൽ ഭൂപടത്തിൽ 1-ാം സ്ഥാനമുള്ളത്. അടുത്തത്, അർബൻ ദുരന്ത നിവാരണ അതോറിറ്റികൾ സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അർബൻ ദുരന്ത നിവാരണ അതോറിറ്റികൾ സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിത്യാനന്ദ റായി ആണ്. നിത്യാനന്ദ റോയ്. അദ്ദേഹം ആഭ്യന്തര സഹമന്ത്രിയാണ്. നമ്മുടെ ആഭ്യന്തര സഹമന്ത്രി ആയിട്ടുള്ള നിത്യാനന്ദ റോയിയാണ് അർബൻ ദുരന്ത നിവാരണ അതോറിറ്റികൾ സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അടുത്തത്, 2024 പാരീസ് ഒളിമ്പിക്സിലെ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയത്? 2024 പാരീസ് ഒളിമ്പിക്സിലെ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് നൊവാക് ജോക്കോവിച്ച് ആണ്. അദ്ദേഹം ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾഡ് മെഡൽ ജേതാവാണ്. അതായത് ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾഡ് മെഡൽ ജേതാവും കൂടിയാണ് ആര്? നൊവാക് ജോക്കോവിച്ച്. എന്തുവായിരുന്നു ചോദ്യം? 2024 പാരീസ് ഒളിമ്പിക്സിൽ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് നൊവാക് ജോക്കോവിച്ച്. അടുത്തത്,
ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7. അതുപോലെ തന്നെ ദേശീയ ജാവലിൻ ദിനം ഓഗസ്റ്റ് 7. ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7, ദേശീയ ജാവലിൻ ദിനം ഓഗസ്റ്റ് 7. അതുപോലെ തന്നെ 87.58 ആണ് ഈ ഓഗസ്റ്റ് 7 എന്ന് പറയുന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ നമ്മുടെ നീരജ് ചോപ്ര എറിഞ്ഞ ആ ജാവലിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനമായിട്ട് കൂടി ആചരിക്കുന്നത് അല്ലെ. അത് പരീക്ഷയ്ക്ക് ഇപ്പൊ ചോദിച്ചിരുന്നു, ടോക്കിയോ ഒളിമ്പിക്സിൽ അദ്ദേഹം എറിഞ്ഞ ജാവലിന്റെ ആ ഒരു ലെങ്ത് എന്നുള്ളത്. അന്ന് 87.58 ആയിരുന്നു. അതുപോലെ ഇപ്പം ഈ പാരീസ് ഒളിമ്പിക്സിൽ 89.45 എന്നതുകൂടി ഓർത്തിരിക്കുക. അടുത്തത് ഫിജി സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഫിജി സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അടുത്തത് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റത് കെ കൈലാസനാഥനാണ്. കെ കൈലാസനാഥനാണ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റത്. അടുത്തത് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ പി ടി ബാബുരാജ് ആണ്. ഡോക്ടർ പി ടി ബാബുരാജ് ആണ് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായിട്ട് നിയമിതനായത്. ആരാണ്? ഡോക്ടർ പി ടി ബാബുരാജ്. അടുത്തത് ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ എത്തിയ ശേഷം ശരീരഭാരം അധികമെന്നതുകൊണ്ട് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരം. ഉത്തരം വിനേഷ് ഫോഗാട്ട് ആണ്. വിനേഷ് ഫോഗാട്ട് ആണ്. എന്താ ചോദ്യം? ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ എത്തിയ ശേഷം ശരീരഭാരം അധികമെന്നതുകൊണ്ട് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് വിനേഷ് ഫോഗാട്ട്. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് കാർഷിക സേവനങ്ങൾ ഏകോപിപ്പിക്കാൻ പുറത്തിറക്കിയ ആപ്പാണ് കതിർ. കതിർ കാർഷികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്ത് കാർഷിക സേവനങ്ങൾ ഏകോപിപ്പിക്കാൻ പുറത്തിറക്കിയ ആപ്പാണ് എന്ത്? കതിർ ആപ്പ്. അടുത്തത് 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഇംഗ്ലണ്ടിന്റെ മുൻ ബാറ്റ്സ്മാനും ബാറ്റിംഗ് പരിശീലകനുമായിരുന്ന വ്യക്തിയാണ് ഗ്രഹാം തോർപ്പ്. ആരാണ്? ഗ്രഹാം തോർപ്പ് ഇംഗ്ലണ്ടിന്റെ പഴയ ബാറ്റ്സ്മാനും ഒപ്പം തന്നെ ഒരു ബാറ്റിംഗ് പരിശീലകനുമായിരുന്ന ആര്? ഗ്രഹാം തോർക്ക്. അദ്ദേഹം 2024 ഓഗസ്റ്റിൽ അന്തരിച്ചു. അടുത്തത് ഒളിമ്പിക്സിൽ പോൾ വാൾട്ടിൽ പോൾ വാൾട്ടിൽ ലോക റെക്കോർഡോടെ സ്വർണം കരസ്ഥമാക്കിയ സ്വീഡൻ താരമാണ് അർമാൻഡ് ഡ്യൂപ്ലന്റിസ്. അർമാൻഡ് ഡ്യൂപ്ലന്റിസ്. എന്താ ചോദ്യം? ഒളിമ്പിക്സിൽ അർമാൻഡ് ഡ്യൂപ്ലന്റിസ് പോൾ വാൾട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ ലോക റെക്കോർഡോടെ സ്വർണം കരസ്ഥമാക്കിയ സ്വീഡൻ താരമാണ് ആര്? അർമാൻഡ് ഡ്യൂപ്ലന്റിസ്. അടുത്തത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ആയത്? ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. അടുത്തത് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ നിലവിൽ വന്ന ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് മുഹമ്മദ് യൂനിസ് ആണ്. അദ്ദേഹം മുൻ സമാധാന നൊബേൽ ജേതാവ് കൂടിയാണ്. മുഹമ്മദ് യൂനിസ്. എന്താ ചോദ്യം? ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ നിലവിൽ വന്ന ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രി ആരാണ്? മുഹമ്മദ് യൂനിസ്. അടുത്തത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിന് വേണ്ടി ഏത് ഉപഗ്രഹങ്ങളുടെ സേവനം ലഭിക്കാനാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായി സംസ്ഥാന സർക്കാർ കരാറിൽ ഏർപ്പെട്ടത്? ജിസാറ്റ് 16, ജിസാറ്റ് 18. ഈ രണ്ട് ഉപഗ്രഹങ്ങളുടെ സേവനം ലഭിക്കാൻ വേണ്ടിയാണ്. ഒന്നുകൂടെ പറയാം, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിന് വേണ്ടി ഏത് രണ്ട് ഉപഗ്രഹങ്ങളുടെ, ഏതൊക്കെയാണ്? ജിസാറ്റ് 16, ജിസാറ്റ് 18. ഈ ഉപഗ്രഹങ്ങളുടെ സേവനം ലഭിക്കാനാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കരാറിൽ ഒപ്പിട്ടത്. അടുത്തത് കർണാടകയിൽ താൽക്കാലികമായി മരവിപ്പിച്ച നിയമം ഏത്? കർണാടകയിൽ താൽക്കാലികമായി മരവിപ്പിച്ച നിയമമാണ്, അതിന്റെ പേര് മണ്ണിന്റെ മക്കൾ നിയമം എന്നാണ്. എന്താണ് നിയമം? ദ കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ബിൽ 2024 എന്ന് പറയും. ഇതാണ് മരവിപ്പിച്ചത്. മണ്ണിന്റെ മക്കൾ നിയമം എന്നും പറയും. കർണാടകയിൽ താൽക്കാലികമായി മരവിപ്പിച്ച നിയമമാണ്. അടുത്തത് ഫയലുകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെൽട്രോൺ സോഫ്റ്റ്വെയർ. ഇതാണ് ഡിജി സ്മാർട്ട്. തിരിച്ചും ചോദിക്കാം, ഫയലുകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഡിജി സ്മാർട്ട് ആപ്പ് ആരാണ് വികസിപ്പിച്ചത്? കെൽട്രോൺ ആണ്. കെൽട്രോൺ. ചോദ്യം ഒന്നുകൂടെ, ഫയലുകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെൽട്രോൺ സോഫ്റ്റ്വെയർ ആണ് ഡിജി സ്മാർട്ട്. അടുത്തത് KSEBയുടെ പഴയ ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയാണ് ദ്യുതി പദ്ധതി. വൈദ്യുതി അല്ലേ, അല്ലെ വയ്യം കളഞ്ഞാൽ മതി. ദ്യുതി പദ്ധതി KSEBയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് 2024 ഓഗസ്റ്റിൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. അവർക്ക് ശേഷം ഇപ്പോൾ
താൽക്കാലിക പ്രധാനമന്ത്രി നമ്മൾ പറഞ്ഞല്ലേ, ആരാണ്? മുഹമ്മദ് യൂനുസ് ആണ്. അടുത്തത് 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്തയായ സാമൂഹിക പ്രവർത്തകയാണ് ശോഭന റാനഡെ. പരീക്ഷയ്ക്ക് ചോദിക്കാം, അടുത്തിടെ അന്തരിച്ച ശോഭന റാനഡെ ഏത് മേഖലയിലാണ്? ഉത്തരം ഏതാണ്? അവരൊരു സാമൂഹിക പ്രവർത്തകയാണ്. 2024 ഓഗസ്റ്റില് അന്തരിച്ചു. ശോഭന റാനഡെ സാമൂഹിക പ്രവർത്തകയാണ്. അടുത്തത് മികച്ച സംവിധായകനുള്ള സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം നേടിയത് ഷമീർ ഭരതന്നൂർ ആണ്. ഷമീർ ഭരതന്നൂറിനാണ് എന്ത് കിട്ടിയത്? മികച്ച സംവിധായകനുള്ള സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം കിട്ടിയത് ഷമീർ ഭരതന്നൂർ. അടുത്തത് പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായ സ്ഥലമാണ് തോന്നയ്ക്കൽ. അടുത്തത് ലോകത്തിൽ ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ നിലവിൽ വരുന്നത് എവിടെയാണ്? ജർമ്മനിയിലാണ് ലോകത്തിൽ ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ നിലവിൽ വരുന്നത്. അടുത്തത് കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി പോർട്ടൽ. എന്താണ്? സുനീതി പോർട്ടൽ. എന്താ ചോദ്യം? കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഒരു വെബ് പോർട്ടലാണ് സുനീതി. അടുത്തത് 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. പാലക്കാട് ജില്ലയിൽ 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തി. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളും 12ാം ക്ലാസ് വരെയാക്കി സെക്കൻഡറി ആക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. എന്താ ചോദ്യം? സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളും 12ാം ക്ലാസ് വരെ ആക്കിയിട്ട് സെക്കൻഡറി ആക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഏത്? ഖാദർ കമ്മിറ്റി. സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളും 12ാം ക്ലാസ് വരെയാക്കി സെക്കൻഡറി ആക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. 2024 ഓഗസ്റ്റ് 8 അന്തരിച്ച മുൻ ബംഗാൾ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. അടുത്തിടെ അന്തരിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു ചോദിക്കും. എവിടത്തെയാണ്? ബംഗാളിലാണ് അല്ലെ, ബംഗാളിലെ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം. ഇത്തവണ നമ്മുടെ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡലായി പോയി. നീരജ് ചോപ്രയുടെ ഈ ഒരു ജാവലിന്റെ ദൂരമാണ് 89.45. അത് ഓർത്തിരിക്കണം, 89.45. ടോക്കിയോ ഒളിമ്പിക്സിൽ അദ്ദേഹം എറിഞ്ഞ 87.58 സ്മരണാർത്ഥമാണ് ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ത്രോ അല്ലെങ്കിൽ ദേശീയ നാഷണൽ ജാവലിൻ ഡേ അല്ലെങ്കിൽ ദേശീയ ജാവലിൻ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇത്തവണ അദ്ദേഹത്തിന് വെള്ളി മെഡലായി പോയി. പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹം എറിഞ്ഞ ദൂരമാണ് 89.45. അതുപോലെ 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ നേടിയ പാകിസ്ഥാൻ താരമാണ് ആര്? അർഷാദ് നദീം. അദ്ദേഹം എറിഞ്ഞ ദൂരമാണ് 92.97 മീറ്റർ. 92.97 മീറ്ററാണ് ആരെറിഞ്ഞത്? പാകിസ്ഥാൻ താരമായിട്ടുള്ള അർഷാദ് നദീം എറിഞ്ഞത്. അടുത്തത് 2024 പാരീസ് ഒളിമ്പിക്സിൽ അക്രഡേഷൻ കാർഡ് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് ആൻഡ്രിം പങ്കൽ. ഗുസ്തി താരമാണ്, ആൻഡ്രിം പങ്കലാണ്. എന്താ ചോദ്യം? 2024 പാരീസ് ഒളിമ്പിക്സിൽ അക്രഡിറ്റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് ആൻഡ്രിം പങ്കൽ. ഗുസ്തി താരമാണ് ആൻഡ്രിം പങ്കൽ. 2024 ഓഗസ്റ്റിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിൽ എപ്പോഴും തുടർ ഭൂകമ്പമാണ്, ഇറ്റലിയിലൊക്കെ അല്ലെ. ജപ്പാനിലാണ് 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് 2024 ഓഗസ്റ്റിൽ. അത്ര പ്രസക്തിയില്ലാത്ത ചോദ്യമാണിത്. കാര്യം ഭൂകമ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ജപ്പാനിൽ. 7.1 തീവ്രത അല്ലെ. അടുത്തിടെ ഓഗസ്റ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനിലാണ്. അടുത്തത് 2024 പാരീസ് ഒളിമ്പിക്സോട് കൂടി വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരങ്ങൾ. വിനേഷ് ഫോഗാട്ട് ഗുസ്തി, ഒപ്പം PR ശ്രീജേഷ് ഹോക്കി. ഇവരാണ് 2024 പാരീസ് ഒളിമ്പിക്സോട് കൂടി വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരങ്ങൾ. അടുത്തത് 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ടീമാണ് ഇന്ത്യ. ഇന്ത്യക്ക് 2024 പാരീസ് ഒളിമ്പിക്സില് പുരുഷ ഹോക്കിയിൽ വെങ്കല മെഡൽ ലഭിച്ചു ഇന്ത്യക്ക് അല്ലെ. അടുത്തത് എയർഫോഴ്സ് വിംഗ് കമാൻഡറായ ശുഭാംശു ശുക്ല, അതുപോലെ എയർഫോഴ്സിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനും മലയാളിയുമായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്നിവരെ ഇന്ത്യ US ദൗത്യത്തിന്റെ ഭാഗമായി
ബഹിരാകാശ സഞ്ചാരികളായി തിരഞ്ഞെടുത്തു. ആരെയൊക്കെയാണ്? ശുഭാംശു ശുക്ല, ഒപ്പം നമ്മുടെ മലയാളിയായിട്ടുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റനും മലയാളിയുമായ ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇവരെ എന്താക്കി തിരഞ്ഞെടുക്കപ്പെട്ടു? ഇന്ത്യ US ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ സഞ്ചാരികളായി തിരഞ്ഞെടുത്തു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും അമേരിക്കയുടെ നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ആക്സിയം 4 ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്സിയം 4 ദൗത്യത്തിലാണ് ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുക. എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും അമേരിക്കയുടെ നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ആക്സിയം 4 ദൗത്യത്തിലാണ് നമ്മുടെ ശുഭാംശു ശുക്ലയും അതുപോലെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുക. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിലെ 2 സഞ്ചാരികളാണ് ഇവർ. നമ്മുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള 4 പേരിലെ 2 സഞ്ചാരികളും കൂടി ഇവർ തന്നെയായിരുന്നു. അതുപോലെ ആക്സിയം 4 ദൗത്യത്തിൽ ശുഭാംശു ശുക്ല പ്രധാന മിഷൻ പൈലറ്റും അതുപോലെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ബാക്കപ്പ് പൈലറ്റുമായിരിക്കും. അതായത് ഈ ആക്സിയം 4 ദൗത്യത്തിലെ ശുഭാംശു ശുക്ല പ്രധാന മിഷൻ പൈലറ്റും അതുപോലെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ബാക്കപ്പ് പൈലറ്റും ആയിരിക്കും. ഈ ചോദ്യത്തോടു കൂടി നമ്മുടെ 2024 ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പറഞ്ഞ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഇതിന്റെ പാർട്ട് 2 ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.